ഹലോ. മാമ്പഴക്കാലം ബാല്യത്തിൻ്റെ ഓർമ്മകളാണല്ലേ. പണ്ട് വീട്ടിൽ വ്യത്യസ്ത തരം മാങ്ങകൾ ഉണ്ടായിരുന്നല്ലോ. ചക്കര മാങ്ങ, തേൻ മാങ്ങ എന്നെല്ലാം അമ്മ പറയലുണ്ടായിന്. നിർഭാഗ്യവശാൽ ഞാൻ ജനിച്ച പിന്നെ മാവുകളൊക്കെ പോയി. അങ്ങനെയല്ല, മാവുകളൊക്കെ പോയ പിന്നെയാണ് ഞാൻ ജനിച്ചത്, അങ്ങനെ വേണം പറയാൻ. ഇന്നിപ്പോൾ ഗോമാങ്ങ മാത്രമാണുള്ളത്. അതിന് നല്ല മധുരം തന്നെയാണ്. ഇനി ഗോമാങ്ങ വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പക്ഷെ എൻ്റെ രീതിയിൽ ചെയ്യുമ്പോൾ അതിനൊരു യുണീക്നെസ് ഉണ്ടാവുമല്ലോ. ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ ചോറിന് പിന്നെ വേറെ ഒരു കറിയും വേണ്ട. ചെറുതായി മുറിച്ച മാങ്ങയിലേക്ക് അല്പം ഉപ്പും അല്പം വെളിച്ചെണ്ണയും ചേർക്കുക. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ വാട്ടുപറങ്കി. ശ്രദ്ധിക്കണേ, ഇനി അല്പം റിസ്ക് പിടിച്ച പണിയാണ്. അപ്പോൾ കുട്ടികളും എന്നെപ്പോലെ മുളക് പേടിയുള്ളവരും ഇത് മുതിർന്നവരെ ഏൽപ്പിക്കുന്നതാണ് അഭികാമ്യം. അപ്പം ഉപ്പും വെളിച്ചെണ്ണയും വാട്ടുപറങ്കിയും കൂടി എല്ലാം കൂടി മാങ്ങയിൽ മിക്സ് ചെയ്ത് ഞെരടി എടുക്കുക. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ്. കൊതിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, സത്യമായിട്ടും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ ചോറിന് വേറെ ഒന്നും വേണ്ട. ഞാൻ വേറെ ഒരു കറിയും എടുക്കുന്നില്ല, ഈ മാങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. അത് തന്നെ ധാരാളമാണ്. ഇതുണ്ടെങ്കിൽ ചോറിന് വേറെ ഒരു കൂട്ടാനും വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് ചോറും മാങ്ങയും എടുത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. കുറേ നേരമായി ഞാനൊരു ഉരുള ചോറ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ടേസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയേണ്ടിയില്ലല്ലോ. മാങ്ങയും ചോറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ആ വാട്ടുപറങ്കിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു റെസിപ്പി ഉണ്ടെങ്കിൽ ഒരു പറ ചോറുണ്ടാന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ചോറ് ഇഷ്ടത്തോടെ കഴിച്ചു തീർക്കാൻ പറ്റും. ചോറൊക്കെ കഴിച്ചു തീർത്ത് നമ്മൾ ബാക്കി വെച്ച ആ ഒരു മാങ്ങാ കഷ്ണം കൂടി കഴിക്കണം. സ്വർഗ്ഗമാണ്, സ്വർഗം. അപ്പോൾ മാങ്ങ കിട്ടിയാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.